എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം ഒരു സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം അനൗൺസ് ചെയ്യുകയാണ്. പുരുഷ സംഘടനയുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കുകയും അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കാമെന്ന് വെച്ചാൽ സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിലവിലില്ല എന്നുള്ളതുകൊണ്ട് സ്വന്തമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക എന്നതിലേക്ക് ഓൾ കേരള മെൻസ് അസോസിയേഷൻ കടക്കുകയാണ്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് അനൗൺസ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് വിഷുവായിട്ട് നല്ല രീതിയിൽ നല്ല സദ്യയൊക്കെ കഴിച്ച് നല്ല രീതിയിൽ സന്തോഷകരമായിട്ടിരിക്കുക. അതോടൊപ്പം നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്ന് ഒത്തിരി നാളായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണമെന്ന് വർഷങ്ങളായിട്ട് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ 2020 എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, സാബു ജേക്കബ് സാറ് നയിക്കുന്ന ഒരു പാർട്ടിയോട് എനിക്ക് അടങ്ങാത്തൊരു എന്താ പറയുക ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടി ചേർന്ന് പ്രവർത്തിക്കാം എന്നുള്ളത്. കാരണം അദ്ദേഹം ചെയ്യുന്ന നല്ല പ്രവർത്തികൾ അഴിമതിയില്ലാത്ത ഇന്നേതെങ്കിലും ഒരു പഞ്ചായത്തിൽ നീക്കിയിരിപ്പുണ്ടെങ്കിൽ അത് 2020 ഭരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്ത്, പിന്നെ വേറൊരു പഞ്ചായത്തും കൂടി രണ്ട് പഞ്ചായത്തുകളാണ്. അപ്പോൾ ബാക്കി നമ്മുടെ കേരളത്തിൽ ഒരു സ്ഥലത്തും നീക്കിയിരിപ്പോ ലാഭമോ അല്ല പ്രവർത്തനം എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നെ അദ്ദേഹത്തോടൊരു വിയോജിപ്പെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇലക്ഷന് നിർത്തുമ്പോൾ സ്ഥാനാർത്ഥികളിൽ ബഹുഭൂരിപക്ഷം പേരും സ്ത്രീകളാകുന്നു എന്നുള്ളത് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ചാലും അദ്ദേഹത്തിൻ്റെ രണ്ട് സൈഡും ഇരിക്കുന്നത് കംപ്ലീറ്റ് സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകളോട് മാത്രം കൂടുതൽ ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് ഉള്ള ഒരു പ്രവർത്തന ശൈലി ആയതുകൊണ്ട് എനിക്കത്ര പെടുന്നില്ല എന്നുള്ളത്. അത് മാത്രമല്ല ഇപ്പോൾ NDAയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ പിന്നെ നമുക്കതിലോട് പിന്നെ താല്പര്യമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് പേര് 50-50 എന്നാണ്. എന്ന് പറഞ്ഞാൽ 50-50 എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് വെച്ചാൽ ഈക്വാലിറ്റി പാർട്ടി അങ്ങനെ ആയിരുന്നു ഒരു പേര് വരണമെന്നാണ് ആഗ്രഹിച്ചത്. അപ്പോഴാണ് ഈക്വാലിറ്റി പാർട്ടി എന്ന് പറഞ്ഞിട്ട് വേറൊരു വ്യക്തി ഒരു രാഷ്ട്രീയ പാർട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ. കാര്യം തുല്യതയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏത് കാര്യത്തിൽ നമ്മൾ തുല്യത വേണം, തുല്യതയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അതായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ അത് നടക്കാത്തതുകൊണ്ട് ഇപ്പോൾ 50-50 എന്ന് പറഞ്ഞാൽ ഈ തുല്യതയുടെ ഇത് തന്നെയാണ് വരുന്നത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരിക്കും ഇത്. ഇതിൻ്റെ മറ്റ് എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ രജിസ്ട്രേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ ഈ ഏതാനും മാസങ്ങൾക്കകം നടത്തുകയും വലിയൊരു സമ്മേളനത്തോട് കൂടിയിട്ട് ഇത് നമുക്ക് ഉദ്ഘാടനം ചെയ്യാനും പറ്റും. അത് ഒക്ടോബർ 6-നായിരിക്കും. ഒക്ടോബർ 6 എന്ന് പറയുമ്പോൾ 20 വർഷം തികയുകയാണ് നമ്മുടെ സംഘടന, പുരുഷന്മാരുടെ സംഘടന പ്രവർത്തനം തുടങ്ങിയിട്ട് 20 വർഷം തികയുകയാണ് ഈ ഒക്ടോബർ 6-ന്. അപ്പോൾ അന്നായിരിക്കും വിപുലമായിട്ടുള്ളൊരു ഒരു എന്താ പറയുക നല്ല രീതിയിൽ ഇതിനെ ഒന്ന് ജനങ്ങളിലേക്ക് എത്തുക. എല്ലാവരെയും കൂടെ കൂട്ടി സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളൊരു സമ്മേളനം ഒക്ടോബർ 6-നായി നടത്തുന്നത്. അപ്പോൾ എല്ലാവരും ഇതിനോടൊപ്പം സഹകരിക്കുക. ഇന്ന് തന്നെ ഞാൻ ഒരു പേജും ഫേസ്ബുക്കിലൊരു പേജും 50-50 പാർട്ടി എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം. രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുമ്പോൾ ഈ ഞാനിപ്പോൾ രാഷ്ട്രീയത്തിന് വേണ്ടി സംസാരിച്ചു, സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സംസാരിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഒരുപാട് തെറിവിളിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് നല്ല കാര്യമാണ്. കാര്യം ഞാനും ആഗ്രഹിച്ചതാണ്, കുറച്ച് തെറിവിളി ആവശ്യമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കുറച്ച് വേണമായിരുന്നു എനിക്ക്. അല്ല ചുമയ. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെയുള്ളവരെല്ലാവരും ഇപ്പോൾ തെറി വിളിച്ചവരും ഈ 1-2 നമ്മുടെ സംഘടനയിൽ കൂടെ നിന്ന് നമുക്കിട്ട് തേപ്പ് നിന്നിട്ട് പോയവന്മാരല്ലാത്ത എല്ലാ നെഗറ്റീവ് കമൻസ് ഇട്ടവരെയും ഈ പാർട്ടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്കൊക്കെ നല്ലൊരു സ്ഥാനം എന്ന് വെച്ചാൽ നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ജില്ലാ അടിസ്ഥാനത്തിലായാലും സ്റ്റേറ്റ് ലെവലിലായാലും നിങ്ങൾക്കൊക്കെ പ്രവർത്തിക്കുവാനുള്ള സാഹചര്യമുണ്ട്. അത് എന്ന് വെച്ചാൽ ഏരിയ തലം വരെ ഉണ്ടല്ലോ.
ഏരിയ കമ്മിറ്റി വരെ ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു വർഷത്തിനകം തന്നെ കേരളം മൊത്തം പടർന്ന് പന്തലിക്കുന്ന രീതിയിൽ നമുക്കിതിനെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ 50-50 പാർട്ടിയിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും അംഗം ആവുക, പ്രവർത്തിക്കുക, നമ്മുടെ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഇപ്പോൾ 2020 സാബു ജേക്കബ് ചെയ്യുന്നത് പോലെ നമുക്ക് പകുതി വിലയ്ക്ക് കിട്ടുന്ന സൂപ്പർ മാർക്കറ്റുകളും മറ്റുമൊക്കെ നമുക്ക് ഇതിൻ്റെ പേരിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ജനങ്ങൾക്ക് ഉപയോഗം വരണം. അപ്പോൾ അങ്ങനെ ആയിരിക്കും പ്രവർത്തനം. ഓക്കെ, തുല്യതയായിരിക്കും. കാര്യം നമുക്ക് പലതും നേടിയെടുക്കണമെങ്കിൽ ഒരു ശക്തി വേണം. എന്താ പറയുക, ശക്തി വേണം, ഉണ്ടാവണമെങ്കിൽ രാഷ്ട്രീയം വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും മത പണ്ഡിതന്മാരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഇവിടെ പ്രയോജനമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും കൂടെ നിന്ന് പ്രവർത്തിക്കുക. എല്ലാവരും നമ്മളെ പേജ് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.